വെൽക്കം ബാക്ക് ടു ബി പോസിറ്റീവ് മലയാളം പോഡ്കാസ്റ്റ്. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട പോഡ്കാസ്റ്റിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഹോസ്റ്റ് വിവേക്. ഹായ് ഗായ്സ്, ഇന്ന് ഒരു വണ്ടർഫുൾ മൊമെൻ്റാണ്. വളരെ വളരെ നിർണായകമായ ഒരു നിമിഷവും ദിവസവും ഒരു എപ്പിസോഡുമാണിന്ന്. കാരണം മറ്റൊന്നുമല്ല, മലയാളത്തിലെ ആദ്യത്തെ വീഡിയോ പോഡ്കാസ്റ്റിംഗ് എപ്പിസോഡാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അതെ, മലയാളത്തിലെ ആദ്യത്തെ പോഡ്കാസ്റ്റ്, ആദ്യത്തെ എപ്പിസോഡ്, അത് നമ്മളുടേതാണ്. എനിക്ക് അഭിമാനവും സന്തോഷവും നിങ്ങളോട് നന്ദിയൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ ഒന്നിച്ച് നിന്നതുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് സാധ്യമാവുന്നത് ഗൈസ്. മലയാളം പോഡ്കാസ്റ്റിംഗ് ചരിത്രത്തിലെ ആദ്യത്തെ പോഡ്കാസ്റ്റിംഗ് വീഡിയോ വ്ളോഗാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. നമ്മൾ പോകുന്നത് കൊച്ചി കാർണിവൽ കാണാനും പിന്നെ ബിനാലെ കാണാനുമാണ്. അപ്പോൾ ഗൈസ്, ഒരു കാര്യം ശ്രദ്ധിക്കണം, സ്പോട്ടിഫൈയിൽ മാത്രമേ ഇതിൻ്റെ വീഡിയോ വിഷ്വൽസ് കാണാൻ സാധിക്കുള്ളൂ. മറ്റ് പ്ലാറ്റ്ഫോംസിൽ ഇതിൻ്റെ ഓഡിയോ വെർഷൻ മാത്രമേ കേൾക്കാൻ സാധിക്കത്തുള്ളൂ. സോ പ്ലീസ് ഗൈസ്, നിങ്ങൾ സ്പോട്ടിഫൈയിലേക്ക് വരിക. സ്പോട്ടിഫൈയിൽ നിങ്ങൾ ഇതിൻ്റെ വീഡിയോ വിഷ്വൽസ് കാണുക. അപ്പോൾ നമുക്ക് മറൈൻ ഡ്രൈവിലേക്ക് പോകാം ഗൈസ്. നമ്മളിപ്പോൾ മറൈൻ ഡ്രൈവിലാണ്. മറൈൻ ഡ്രൈവിൽ നിന്ന് ഞാൻ മേനകയിലേക്ക് നടക്കുകയാണ്. ഇന്ന് നമ്മൾ നേരെ ഫോർട്ട് കൊച്ചിയിലേക്കാണ് പോകുന്നത്. ഫോർട്ട് കൊച്ചിയിൽ ബിനാലയൊക്കെ നടക്കുകയാണ്. ബിനാലെ നമുക്ക് പിന്നെ കാണാം. ആദ്യം ഇന്ന് രാത്രിത്തെ പരിപാടി, ന്യൂ ഇയർ കാർണിവൽ, സാന്റാ പപ്പാനെ കത്തിക്കണം. ഇതൊക്കെ ചെയ്തിട്ട് വേണം നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകാൻ. ഗൈസ്, ഒരു കുടയൊക്കെ പിടിച്ചിട്ടാണ് ഞാൻ നടക്കുന്നത്. ഇനി വെയിൽ കൊണ്ട കറുത്ത് പോയാലോ? പോപ്പിയുടെ കുടയാണ് പിടിച്ചിരിക്കുന്നത്. ഗൈസ്, പോകുന്ന വഴിക്ക് കുറച്ച് ഫാൻസിനെ കണ്ടു ഗൈസ്. നമ്മുടെ ഫാൻസാണ്. ഇവരെങ്ങനെ എന്നെ തിരിച്ചറിഞ്ഞു എന്നുള്ളത് വരുന്ന എപ്പിസോഡുകളിൽ ഞാൻ പറയാം. അപ്പോൾ നമ്മുടെ ഫാൻസിനെ വെറും കൈയോടെ വിടാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ കുറച്ച് ബോഞ്ചി വെള്ളം മേടിച്ചു കൊടുക്കുകയാണ് ഗൈസ്, നമ്മുടെ നാരങ്ങ വെള്ളം. രാവിലെ മുതൽ ഒന്നും കഴിക്കാത്തത് കൊണ്ട് നല്ല വിശപ്പ്. കുറച്ച് വാട്ടർ മെലൺ വാങ്ങിച്ചു. ഞങ്ങളെല്ലാവരും കൂടെ ഷെയർ ചെയ്ത് കഴിക്കുകയാണ് ഗൈസ്. മേനക എത്തി ഗൈസ്. ഇതാണ് മേനക ബോട്ട് ചെട്ടി. ഇവിടെ നിന്നാണ് ഫോർട്ട് കൊച്ചിക്ക് ബോട്ട് എടുക്കുന്നത്. എൻ്റെ അമ്മോ, എന്ത് ജനമാണ് ഇവിടെ ഗായ്സ്. ഇവിടെ നിന്ന് എനിക്ക് എപ്പോൾ ടിക്കറ്റ് കിട്ടുമെന്നൊന്നും അറിയില്ല ഗായ്സ്. നമ്മളേറ്റവും അവസാനം വന്ന് നിൽക്കുകയാണ് ഗായ്സ്, ഈ ക്യൂവിലും ഏറ്റവും അവസാനം. ഇവിടെ ഒരുപാട് ഫാമിലീസ് ഉണ്ട്, നോർത്ത് ഇന്ത്യൻസും വിദേശികളും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ഫാമിലീസ് ഉണ്ട്. കുറേ കുട്ടികളും ഒക്കെ ഉണ്ട്. ഇവർക്ക് കുറേ കൂടി ഉത്തരവാദിത്തം കാണിക്കാമായിരുന്നു. കുറേ കുട്ടികൾ ഇവിടെ വിശന്ന് നിൽക്കുന്നുണ്ട് ഗായ്സ്. അങ്ങനെ ഫോർട്ട് കൊച്ചിക്കുള്ള ടിക്കറ്റ് കിട്ടി. ഞാൻ 2 പേർക്കുള്ള ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഒരു മച്ചാന് വേണ്ടിയിട്ട് ടിക്കറ്റ് എടുത്തു കൊടുത്തു. മച്ചാന് ക്യൂ നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. മച്ചാൻ എന്നോടൊരു സഹായം ചോദിച്ചു. ഞാൻ ടിക്കറ്റ് എടുത്തു കൊടുത്തു. നമുക്ക് ബോട്ടിലേക്ക് പോവാം. ഇതാണെന്ന് തോന്നുന്നു നമ്മുടെ ബോട്ട്. നമ്മുടെ തൊട്ട് മുമ്പേ പോകുന്ന മച്ചാനാണ് ഞാൻ ടിക്കറ്റ് എടുത്തു കൊടുത്തത്. വാ ഗൈസ്, നമുക്ക് ബോട്ടിൽ കയറാം. സൈഡ് സീറ്റ് ഇല്ലല്ലോ. എനിക്ക് സൈഡ് സീറ്റ് വേണം ഷൂട്ട് ചെയ്യാനല്ലോ. എന്ത് ചെയ്യും? വേറെ വഴിയില്ല കാര്യം, നമുക്ക് ഇവിടെ ഇരിക്കാം. ഞാൻ ഫോർട്ട് കൊച്ചിക്ക് പോയിട്ട് ഇപ്പോൾ ഏകദേശം 2 കൊല്ലമായിട്ടുണ്ട്. അന്ന് പോയതിനെക്കാട്ടി മെച്ചപ്പെട്ട സർവീസൊക്കെ ഞാൻ തോന്നുന്നു. ബോട്ടൊക്കെ വളരെ മെച്ചമാണ്, സീറ്റിംഗ് ഒക്കെ മെച്ചമാണ് ഗൈസ്. ശരിക്കും ഞാൻ സാഡായി ഗൈസ്, എനിക്ക് സൈഡ് സീറ്റ് കിട്ടിയില്ല. അപ്പോൾ ഇനി ഫോർട്ട് കൊച്ചിയിൽ എത്തിയിട്ട് കാണാം ഗൈസ്. നമ്മളങ്ങനെ ഫോർട്ട് കൊച്ചിയിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഞാനൊന്ന് ഇറങ്ങിക്കോട്ടെ. ഇവിടെ നല്ല തിരക്കാണല്ലോ. നേരെ എൻ്റെ താമസ സ്ഥലത്തേക്കാണ് പോകുന്നത്, ജൂയിഷ് സ്ട്രീറ്റിലേക്ക്. അവിടെ നിന്ന് വൈകുന്നേരം കാർണിവൽ പരിപാടിയിലേക്ക് പോകും. കാർണിവൽ പരിപാടിയിൽ ഒരുപാട് സോങ്സ് വരും. DJയും പാർട്ടിയിലൊക്കെ പോകുന്നുണ്ട്. സാന്റാ പാപ്പാനെ കത്തിക്കണം. അവിടുത്തെ പാട്ടുകൾ ചിലപ്പോൾ കോപ്പറേറ്റ് അടിക്കാവുന്നതുകൊണ്ട് ഞാൻ കട്ട് ചെയ്ത് വീഡിയോ കാണിക്കത്തുള്ളൂ. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം ഗൈസ്. ഇതാണ് തേൻ മിഠായി. ഒരു പാക്കറ്റ് വാങ്ങി. ദേ കാണുന്ന കടയിൽ നിന്നാണ് വാങ്ങിച്ചത്. ആ കട നടത്തുന്നത് ഒരു ഉമ്മയാണ്.
ഇനി ഇത് കഴിച്ചിട്ടാവാം നടത്താം. ഇവിടെ ഒരുപാട് ഹോട്ടലുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, ഒരുപാട് ഹോട്ടലുകൾ. കഴിഞ്ഞ വട്ടം ഞാൻ വന്നപ്പോൾ കാണാം ഇത്രയും ഹോട്ടലൊന്നും ഉണ്ടായിരുന്നില്ല. പെപ്പർ ഹൗസിന് വലിയ മാറ്റമൊന്നുമില്ല, പെപ്പർ ഹൗസ് അങ്ങനെ തന്നെ നിൽപ്പുണ്ട്. വൈകുന്നേരം ആയപ്പോൾ തന്നെ ഘോഷയാത്രയൊക്കെ തുടങ്ങി ഗായ്സ്, പരിപാടിയൊക്കെ തുടങ്ങി. രാത്രി മുഴുവൻ പൊളിക്കുമെന്ന്. ഈ ഒരു DJ നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഓക്സിജനാണ് ഗൈസ്. താങ്ക് യു ഓക്സിജൻ, ഇത്രയും വലിയൊരു പരിപാടി ഞങ്ങൾക്ക് സൗജന്യമായിട്ട് ചെയ്തു തരുന്നതിന്. ഹാറ്റ്സ് ഓഫ് യു. നമ്മൾ പ്രതീക്ഷിച്ചേക്കാട്ടി ആൾക്കാരുണ്ട് ഗൈസ്. 2 വർഷത്തിന് ശേഷമാണ് ഇത്രയും വലിയൊരു പരിപാടി നടക്കുന്നുണ്ടാവുക. പോലീസുകാർ നന്നായി ബുദ്ധിമുട്ടുന്നുണ്ട് ഇവരെ കൺട്രോൾ ചെയ്യാനായിട്ട്. ഗൈസ്, പപ്പാഞ്ഞി കത്തിക്കാനുള്ള സമയമായി വരുന്നു. എല്ലാവരും കാത്തിരിക്കുന്ന നിമിഷത്തിലേക്കാണ് പോകുന്നത്. നമുക്ക് കാത്തിരിക്കാം, നെഞ്ചെടുപ്പോടെ കാത്തിരിക്കാം. 2022 വിട പറയുന്ന നിമിഷത്തിലേക്ക് പോവുകയാണ് ഗൈസ്.
കിളിയുടെ കുട വിരിയണ ചിറകടിയായി